ഇതെന്താണോ ഭാര്യ ഇന്നുവരെ കാണാത്തൊരു ഫാൻസി ഡ്രസ്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഏതായാലും ശ്രീനി ജീവിക്കുന്നില്ലല്ലോ. എന്നാ പിന്നെ ശ്രീനിക്ക് വേണ്ടി ഞാനങ്ങ് ജീവിക്കാന്ന് വിചാരിച്ചു. കുടിക്കേ. കുടിപ്പിച്ച് കൊല്ലാനായിരിക്കും നിന്റെ ഉദ്ദേശം അല്ലെ? ഒരിക്കലും അല്ല, കൊല്ലാനല്ല, വളർത്താനാ. ശ്രീനിയുടെ ഭാര്യയായി ജീവിച്ചുകൊണ്ട്. ഏതായാലും നിന്നെ ഈ പുതിയ അവതാരം എനിക്കങ്ങ് ബോധിച്ചു. എനിക്ക് മാത്രമല്ല, ലോകത്താര് കണ്ടാലും ബോധിച്ചു പോവും. സിവിൽ സർവീസിനേക്കാളും തനിക്ക് ചേരുന്നത് ഈ പണിയാ. ഏതെങ്കിലും ബാറിൽ നീ സെയിൽസ് ഗേളായാൽ കച്ചവടം പൊട്ടിക്കും. ഞാൻ ഏതായാലും ജോലി രാജിവെച്ചു. നമുക്കൊരു ബാറ് തുടങ്ങിയാലോടോ ഭാര്യ? താൻ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഞാൻ രക്ഷപ്പെടും. ഞാൻ നിൽക്കാം. പക്ഷേ അതുകൊണ്ടും നിങ്ങൾ രക്ഷപ്പെടില്ല. പുറത്തു കൊടുക്കാൻ മദ്യം ഉണ്ടാവില്ലല്ലോ. എടോ ഭാര്യ, അസാമാന്യ ഹ്യൂമർ സെൻസ് ആണ് കേട്ടോ തനിക്ക്. ജീവിതം തന്നെ ഒരു വലിയ തമാശയാകുമ്പോ പിടിച്ചു നിൽക്കാൻ ഒരു ഇത്തിരി ഹ്യൂമർ സെൻസ് എങ്കിലും വേണം. വീണ്ടും തമാശ. ആടിപ്പോളി. സത്യം പറയാലോ, നിന്നെ ഈ പരുവത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പൂതനെ. നമ്മൾ ഭാഗവതത്തിലെ പൂതന. മല പോലെ പെരുകിയ മുലഞ്ഞെട്ടിൽ കൃഷ്ണനെ കൊല്ലാൻ വിഷവും പുരട്ടി വന്ന പൂതന. നീ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടല്ലേ? ശ്രീനി എന്താ ഈ പറയുന്നേ? പച്ച മലയാളം. എന്താ മനസ്സിലായില്ലേ? എന്നെ കൊല്ലാൻ തേതി ഇതിനകത്ത് നീ എന്താ ചേർത്തേക്കുന്നേ? സൈനൈഡോ അതോ അതിനേക്കാളും മുന്തി ഏതെങ്കിലും വിഷം? ഞാനൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നീ എന്താ ഇങ്ങനെ പതിവില്ലാത്തൊരു നാടകം കൊണ്ടിറങ്ങിയ? ഞാൻ പറഞ്ഞില്ലേ ശ്രീനി, ശ്രീനിയുടെ ആഗ്രഹത്തിനൊപ്പം ജീവിക്കുന്ന ഭാര്യയായി മാറാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ. ശരി, സമ്മതിച്ചു. നീ ഇനി മുതൽ എന്റെ ഉത്തമ ഭാര്യയായിരിക്കും. എന്നാ പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം കൂടെ പറയട്ടെ. താൻ എനിക്കൊരു കമ്പനി താടോ. അല്ല, സ്ത്രീ പുരുഷ സമത്വമാണല്ലോ ഈ നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യ അജണ്ട. ഇവിടെ അതിനൊരു അപവാദം വേണ്ടതേ. ഈ കുപ്പി നമ്മൾ ഒരുമിച്ചങ്ങ് കഴിച്ചു തീർക്കുന്നു. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്ത? അതേ ശരിയാവൂ. കുടിക്ക. അയ്യോ വേണ്ട. കുടിക്കാൻ. ശ്രീനി വേണ്ട. വേണ്ട വേണ്ട ശ്രീനി. തുപ്പിയ കൊന്നുകൊന്നു. ശ്രീനി വേണ്ട. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയല്ലേ? നിന്നെ കൊല്ലാൻ ഇതില് വിഷം ചേർത്തിട്ടുണ്ടല്ലേ? അയ്യോ സത്യമായിട്ടില്ല. കുടിക്കടി. അയ്യോ വേണ്ട വേണ്ട ശ്രീനി. ശ്രീനി വേണ്ട. ശ്രീനി വേണ്ട. കൊല്ലാൻ ശ്രീനി വേണ്ട.
ചാവടി നീ. ആദ്യം ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല. അതെന്തേ? അറിയില്ല, ഉറക്കം വരുന്നില്ല. എനിക്ക് പണ്ട് ഉറക്കം വരാതെ കിടക്കുമ്പോഴേ മുത്തശ്ശി പറയായിരുന്നു, അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയൊന്ന് ജപിച്ചു കിടന്നാൽ താനെ ഉറക്കം വരുമെന്നാ. അങ്ങനെ എത്ര തരം ടിപ്സ് മുത്തശ്ശിയുടെ കയ്യിലുണ്ടെന്നറിയാവോ? സമയം പോലെ താനിതെല്ലാം പഠിച്ചെടുത്തോണം കേട്ടോ, ഭാവിയിൽ ഉപകാരപ്പെടും. ഇത്ര പെട്ടെന്ന് താൻ ഉറങ്ങിയോ?